എത്ര നന്ദി പറഞ്ഞാല്, കാരണം ഒരുപാട് വലിയ ടൈറ്റിലുള്ള ആക്ടേഴ്സ് എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ മനസ്സ് കാണിച്ചതിന് നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു മാതാവാണ്. ആ മാതാവ് ഉണ്ടെങ്കിലേ ഒരു സിനിമ നിർബന്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ ഞാൻ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ മാർത്താണ്ഡനെ ഇന്ന് പുണ്യവതിയായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം എല്ലാവരും നല്ല വർക്ക്, ഇങ്ങനെ ഒരു ദിവസം കിട്ടൂല. അപ്പൊ എല്ലാവരും സിനിമാക്കാരനായിട്ടാണ്, പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ ജോഡി എസപ്പ എന്ന് പറയുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇറക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്ന പ്രാഞ്ചിയേട്ട ആൻഡ് സെയിന്റ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് ഞാൻ വന്നപ്പോ അവിടെ എല്ലാം ലെജൻസ് ആയിരിക്കുന്നത്, മമ്മൂക്കയും വേണു സാറും അതുപോലെ തന്നെ രഞ്ജിത്ത് സാറൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ്. അതിനുശേഷം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ആര് വേണം എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ രഞ്ജിത്ത് സാറിന് എന്നറിയാമെങ്കിലും ആൻഡ്രൂ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മാർത്താണ്ഡനും കൂടി എന്നെ റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സീറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏത് സിനിമ ലൊക്കേഷനിൽ ചെന്നാലും ഒരു സ്റ്റൂളോ ഒരു കട്ടൻ ചായ കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. അതിന് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. പിന്നെ പേഴ്സണലി സിനിമ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതിലും അതുപോലെ തന്നെ ഇവരിപ്പോ ഈ ഫാമിലി പെടുന്നവരല്ല, ഞങ്ങൾ ഈ രണ്ടാനമ്മയുടെ മക്കളെ പോലെ മാറി അയൽപക്കക്കാരാ. ഇവര് ഭയങ്കര കുറെ ഒരു ലോഡ് കണ്ണൂർക്കാര് ഉണ്ട് മാർത്താണ്ഡ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും, അപ്പുറത്ത് വലിയൊരു കൂട്ടുകുടുംബോ ആഘോഷവും. നിങ്ങൾ ഈ 3 പേര് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിലേക്ക് ചെറുതായിട്ട് വലുതായി പോയി. അപ്പോ ഒരു 1000-ലൊക്കെ ഉള്ള ഒരു ഫാമിലി നമ്മളിങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ എനിക്ക്